ഇന്നത്തെ സൺഡേ ഡിന്നർ ഉണ്ടാക്കുന്നത് ഒരു ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഒരു പുലാവ് അതാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുത്തായിരുന്നു. ഒരു 400 ഗ്രാം ബോൺലെസ് ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് വറുത്തെടുത്ത് അതേ ആ ചിക്കൻ വറുത്ത എണ്ണയാണ് ഇപ്പം ഞാനൊരു ഉരളി വെച്ചിട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ഇഞ്ച് വലിപ്പത്തിലുള്ള പട്ടയും ഒരു ബേ ലീഫ് കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊരു 6-7 അല്ലി ചെറിയ വെളുത്തുള്ളിയും 2 സവാള ഇതൊന്ന് നമുക്ക് ഇച്ചിരി ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ എരിവിനനുസരിച്ച് ഞാനൊരു 5-6 പച്ചമുളക് കൂടെ കീറിയിട്ടിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പേസ്റ്റ്. ഞാനൊരു 400 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ കടലമാവും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് അത് അരമണിക്കൂർ വെച്ചതിന് ശേഷം അതൊന്ന് വറുത്തെടുത്തായിരുന്നേ. ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയി, അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറികൾ, അതായത് കാവേജ്, ക്യാരറ്റ്, ബീൻസ്, കുറച്ച് പയറുണ്ടായിരുന്നു, അതും കീറി ഇതിലിട്ടിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. സ്വല്പം ഉപ്പ് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാനൊരു ബൗൾ എടുത്തിട്ട് ആദ്യം ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു. പിന്നീട് ഞാൻ ഒരെണ്ണം കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. മുട്ടയൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചേർക്കാം. മുട്ടയൊക്കെ എത്രയും നമ്മൾ ചേർക്കുന്നോ അതനുസരിച്ച് നമുക്ക് കുറേയും കൂടെ ടേസ്റ്റായിട്ട് അതിരിക്കും. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ മുട്ടയുടെ പീസൊക്കെ കടിക്കാൻ കിട്ടുമല്ലേ. അപ്പം ഞാൻ ഈ പച്ചക്കറികളൊന്ന് ഇച്ചിരി ഒന്ന് അടച്ചു കൊടുത്തായിരുന്നേ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ പച്ചക്കറികളൊക്കെ ഒത്തിരി അങ്ങ് വാടണ്ട, കുറച്ചൊന്ന് പച്ചപ്പ് വേണം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മിക്സ് മുളക് പൊടിയാണ് ചേർത്തത്. എന്നിട്ട് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ എവറസ്റ്റിൻ്റെ ഷാഹി ബിരിയാണി മസാല, എന്നിട്ട് സ്വല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അടുക്കി പിടിക്കുന്നതുകൊണ്ട് ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഇതൊന്ന് നമുക്ക് ആ മസാലകളുടെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാമേ. എന്നിട്ട് ചോറ് അവിടെ ഞാൻ വേവിച്ചെടുത്തായിരുന്നു. എന്നിട്ട് അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 3 കപ്പ് റൈസാണ് വേവിച്ചത്. അപ്പം കാരണം ഇതിപ്പം വൈകിട്ടുണ്ടാക്കുമ്പോൾ പിറ്റേ ദിവസം കൊച്ചിന് ടിഫിനും ഇത് തന്നെ വേണമെന്ന് പറയും. ഇവർക്കത് ഭയങ്കര ഇഷ്ടമായി ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് പിറ്റേന്ന് ടിഫിനൂടെ കൊടുക്കട്ട രീതിയിലാണ് ഞാൻ റൈസ് എടുത്തത്. അപ്പോൾ ഞാനിവിടെ മുട്ട ഇങ്ങനെ ഒരു പാനിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഞാനത് മൊത്തത്തിൽ സ്ക്രാമ്പിൾ ചെയ്തില്ല. ഞാൻ ഓയിൽ നമ്മൾ ചിക്കൻ വറുത്ത അതേ ഓയിലാണ് ഇതിനും എടുത്തത്. അതുകൊണ്ടാണ് മുട്ട ഇങ്ങനെ ഇച്ചിരി കളറായിട്ടിരിക്കുന്നത്, ചുമന്ന കളറായിട്ട്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇത് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതിലേക്ക് ചിക്കനും ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് റൈസിലിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഒണിയനോ മല്ലിയിലോ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ റൈസ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.